Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇച്ചിരി പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഇച്ചിരി പണിയുണ്ട്. അതായത് ചിക്കൻ വറക്കണം, പിന്നെയും ഗ്രേവി ഉണ്ടാക്കണം, അങ്ങനെ അത്. പക്ഷെ ആ പ്രോസസ്സിനനുസരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റുള്ള സാധനം ഒരു ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് കിട്ടുവേ. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടോ ഒന്നും പ്രയാസമൊന്നുമില്ല. ഇതൊരു കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിത്തേക്ക് ഡിന്നറിന് വരെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ജംഗേസിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ അതിന് വേണ്ടിയ കറികൾ, ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ മാറ്റം എന്ന് വെച്ചാൽ കുറച്ച് കസൂരി മേത്തി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് എക്സ്ട്രാ എന്ന് പറയുന്നത് കുറച്ച് ചാട്ട് മസാല. അത് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മുടെ ടേസ്റ്റിന് എല്ലാവർക്കും ചാട്ട് മസാല ഇഷ്ടമല്ല. ഇനി നമുക്ക് വർത്താനം കുറച്ച് വെച്ച് കാര്യത്തോട്ട് കിടക്കാം. എന്നൊക്കെ വേണ്ടിയെന്നുള്ളതല്ലേ, ഇച്ചിരി ജോലിയുണ്ടേ ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ മറ്റേ മുളക് പൊടി അത് എടുക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എരിവ് ഒരിച്ചിരി നമുക്ക് എല്ലാവർക്കും ഒന്ന് കുറയ്ക്കാം, അതാ നല്ലത്. എന്നാൽ നമ്മുടെ രുചിയോട്ട് വിട്ടുകൊടുക്കാനും പാടുകയില്ല. ഇനിയുള്ളത് കുറച്ച് ജീരകപ്പൊടിയാണ്. ജീരകമാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ജീരകപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതൽ കിട്ടും. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. അതായത് നമ്മൾ വീട്ടിൽ കൂട്ട് വാങ്ങിച്ച് പൊടിക്കുകയല്ലേ, അതാ ഏറ്റവും നല്ലത്. പാക്കറ്റിൽ സെക്കൻഡ് പ്രിഫറൻസേ ഞാൻ പറയത്തുള്ളൂ. കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ മറ്റേ അപ്പം പൊടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേണ്ടിയത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉള്ളി. ഇതൊരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചേക്കുക. സ്ലൈസ്ഡ് ആണ്, അതല്ല ചോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊരു 3-4 പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. എരിവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വരുത്താം. ഇത് തക്കാളി ഒരു 4 എണ്ണം പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് അടിച്ചു വെച്ചേക്കുന്ന. ഇതൊന്നും ചെയ്യാൻ മെനക്കെടാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, 4 തക്കാളി എടുത്ത് അരച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് തൈരാണ്. പുളിയില്ലാത്ത തൈരാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഫ്രഷ് ക്രീം, കുറച്ച് പച്ചമുളക്. ഇത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമാണ്, അതിൽ കൂടുതലൊന്നുമില്ല. അല്ലാതെ നമ്മൾ പച്ചമുളക് ചതച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി നാരങ്ങാ നീര്. ഇതൊക്കെ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് ചാട്ട് മസാല. അത് ഒരുപാടല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിൻ്റെ ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാൽ ഇത് ചേർക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പിഞ്ചോ അല്ലെങ്കിൽ 2 പിഞ്ചോ അത്രയൊക്കെ ഇടത്തുള്ളൂ, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ കുറച്ച് കസൂരി മേത്തി, പിന്നെ ഉള്ള ഒരു ഇച്ചിരി ഉപ്പ്. ഇതിന് ഞാൻ മേടിച്ചേക്കുന്നത് കുറച്ച് ലെഗ് പീസസ് ആണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഏത് നമ്മുടെ സാധാ കോഴി മേടിച്ച് കണ്ടിച്ചെടുത്താലും മതി. അല്ലാതെ ഇന്നത് ലെഗ് പീസ് തന്നെ വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി പൊടികൾക്കൊന്നും വ്യത്യാസമില്ല, നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾക്കും വ്യത്യാസമില്ല. പക്ഷേ ഓരോ പ്രൊസീജിയേഴ്സ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാലില്ലേ നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അവർ പറഞ്ഞേക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുക. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. 1/2 വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മതി. കാരണം നമ്മൾ ഇനി ഗ്രേവി ഒക്കെ ഉണ്ടാക്കുമല്ലേ, ആ സമയത്തൊക്കെ നമുക്കിത് ചേർക്കാനുള്ളതാ. പിന്നെ വേണ്ടിയത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇപ്പം ഇത്ര ഇടുന്നുള്ളൂ എന്ന് ചോദിക്കരുത്, കാര്യം പിന്നെയും ഇനി ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓരോ ടീസ്പൂൺ ഓരോ സമയത്ത് നമ്മൾ ചേർക്കുമ്പോഴും അതിന് എന്നാ ചെയ്യണമെന്നറിയാവോ, 1 ടീസ്പൂൺ കണക്കെടുത്താൽ മതി. അപ്പം നമ്മൾ ഫുൾ കറി ചെയ്ത് വരുമ്പോഴത്തേന് അതിൻ്റെ എരിവും മസാല ഇതെല്ലാം കറക്റ്റായിരിക്കും. ഇതിനകത്തോട്ട് ഞാൻ ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 2 പിഞ്ച് ജീരകപ്പൊടി ഇടുക. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. 1/2 വേണ്ട, 1/4 മതിയേ. എന്നിട്ട് ഇതിനകത്തോട്ട്
1 കിലോ ഇറച്ചിയാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, അങ്ങനെ ആ കണക്ക്. ഇത് പക്ഷേ മേടിക്കുന്നതായതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ചേർക്കത്തുള്ളൂ. അതുമാത്രമല്ല കുറച്ച് ഓരോ തവണ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, ഇതിനെ നല്ലതായിട്ട് അങ്ങ് തിരുമ്മി ആ ചിക്കനിലെ ആ മസാല കംപ്ലീറ്റ് അങ്ങ് തേച്ച് പിടിപ്പിക്കണം. ഇനി എന്നാന്ന് വെച്ചാൽ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല സമയമില്ലെങ്കിലും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ഇവിടെ ഒട്ടുമില്ല. അപ്പം എന്നാ ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് വറക്കാനേ ഒക്കത്തുള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് അങ്ങ് വറക്കാൻ പോവുക. ഇനിയിപ്പോൾ ഇതിനകത്തെല്ലാം പിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുമല്ലോ. നമ്മൾ ചെയ്യുന്ന ഏതൊരു ഭക്ഷണവും രുചിയായിട്ടേ ചെയ്യത്തുള്ളൂ, അല്ലാതെ നോ കോംപ്രമൈസ് അറ്റ് ഓൾ. അതെല്ലാം നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് തലേന്നേ അതൊക്കെ പെരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ. അപ്പോൾ ആ നമ്മൾ ചേർക്കുന്ന മസാലയൊക്കെ ഇറച്ചി പിടിച്ചിരിക്കുവേ. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. അപ്പം ഞാൻ അത് ഡയറക്റ്റായിട്ട് തന്നെ വറക്കാൻ പോവാണേ. കുറച്ചു നേരം വെച്ചാൽ നല്ലതാ, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് അന്നേരം ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം പിടിക്കാൻ അങ്ങനെയൊന്നുള്ള സമയമില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കേണ്ടത് വൺസ് മോർ റിഫൈൻഡ് ഓയിലാണ്, അല്ലാതെ വെളിച്ചെണ്ണ അല്ല. നമ്മുടെ ഇറച്ചി വറക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചോണം. എന്നാൽ ഒത്തിരിയും വേണ്ട, കാര്യം എന്ന് വെച്ചാൽ ബാക്കി എണ്ണ നമുക്ക് എടുക്കാനുള്ളതല്ലേ, ഗ്രേവി ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കാം. കട്ടിയുള്ള പാത്രം എടുക്കുവാന്നേൽ പെട്ടെന്ന് കാര്യങ്ങളാവും. അത് ഇച്ചിരി ഒന്ന് താമസിക്കണം. ഇത് നല്ല ചീനച്ചട്ടി നല്ല കട്ടിയുള്ളൊരു സാധനമാണ്, നേരം വേഗം ആവും. പിന്നെ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ ഇട്ടേച്ച് നമ്മൾ വേവാനായിട്ട് നിൽക്കണ്ട. ചിക്കൻ ഒന്ന് മുരിച്ച് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഗ്രേവിയിലേക്ക് നമ്മൾ ചിക്കൻ ചേർക്കുമ്പോൾ അത് നല്ലതായിട്ട് അങ്ങ് വെന്തോളും. അടയ്ക്കാനേ പോരുത്, അടച്ചാൽ വെള്ളം ഊറും. വെള്ളം ഊറി കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ വെന്തു പോവും. ബാക്കി മസാല എല്ലാം ചേരുമ്പോഴത്തേക്ക് എല്ല് പ്രത്യേകം ദശ പ്രത്യേകമായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ചിക്കൻ ഇടുക. കംപ്ലീറ്റ് ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്, ആ മസാല പുരട്ടിയത്. ഇനി നെക്സ്റ്റ് നമ്മൾ ആ ഗ്രേവി ആക്കാൻ പോവാണ്. ഞാൻ പാൻ ആക്ച്വലി മാറ്റണം, പക്ഷേ ഇത് അത്രയും ആ മസാല അങ്ങനെ കരിഞ്ഞു പിടിച്ചൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സെയിം പാൻ തന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അത്രയും എണ്ണയൊക്കെ നമ്മൾ എങ്ങനെയാണ് കളയുന്നത് അല്ലേ? അല്ലെങ്കിൽ മാത്രമല്ല ചിക്കൻ ജംഗീസിക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണം. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെ ഞാൻ തിരിച്ചുപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഈ അരിഞ്ഞ ഉള്ളി ഇടുക. ഇതിനി നല്ല ബ്രൗൺ ആവണം. അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബിരിയാണിയുടെയൊക്കെ ബ്രൗൺ ആവുന്ന പോലെ ആവണം. എന്നാലേ ഗ്രേവി തിക്കാവത്തുള്ളൂ, ഒരു കൊഴുത്ത ഗ്രേവി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉള്ളി അങ്ങനെ കാണും. ഈ ഉള്ളി മൂപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ടല്ലേ, അതെല്ലാം ഒരു എന്താ പറയാ ഒരു ടീസ്പൂൺ എടുക്കുവാണെങ്കിൽ അതിനെ 3 ഭാഗിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും, അതേ കണക്ക് വേണം ഇതിനകത്ത് ഇടാൻ. അപ്പം കുറച്ച് ചേർക്കാൻ പോവാം. ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 സ്പൂൺ ആണെങ്കിൽ ഇഞ്ചി ഒരു നമ്മൾ 1:3 അങ്ങനെയൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ 3 പോർഷൻ ആക്കുക. ഇതിപ്പം ഇഞ്ചി ഒരു ശകലം, വെളുത്തുള്ളിയുടേത് ഒരു ശകലം, ഇനി പച്ചമുളക്. ബസ് ഇതിന് ഇത് നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. കംപ്ലീറ്റ്ലി നല്ല വെന്ത് നല്ല ചുരുങ്ങി വരണം, എന്നാലേ അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറത്തുള്ളൂ. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് ബ്രൗൺ ആയിട്ട് കാണുന്ന എന്നാന്ന് വെച്ചാൽ
കോഴി വറുത്ത എണ്ണയിലാണ് ഞാൻ ഈ ഉള്ളി ഇട്ടേ, അതുകൊണ്ട് ആ ബ്രൗൺ നിറം നോക്കുന്നേ. അത് നോക്കണ്ട. അങ്ങനെ ഇടുവാന്ന സമയത്ത് നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റിയുടെ സ്ട്രെയിറ്റ് ഹാഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂത്തുന്ന അർത്ഥം. പിന്നെ നമുക്ക് ബാക്കി ചേർക്കാം. അപ്പൊ നമ്മൾ ചേർത്ത ഉള്ളി സ്ട്രെയിറ്റ് ഹാഫ് ആയിട്ടുണ്ട്, അതായത് മുരിഞ്ഞു തുടങ്ങി. തീ അങ്ങോട്ട് കുറച്ച് വെച്ചേച്ച് ഞാൻ ഇനി ഒന്നേന്നെ നമ്മുടെ പൊടികൾ ഒന്നുകൂടെ ചേർക്കാൻ പോവാ. ആക്ച്വലി ചീനച്ചട്ടിക്ക് ഇച്ചിരി കട്ടി കൂടുതലായിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാ. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, സെയിം നമ്മൾ ഏതൊക്കെയാ ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതേ പൊടികൾ എല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് രണ്ടാമതും ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് അതേ കൂട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് തീ ഞാൻ കത്തിച്ചേച്ച് ഈ ചേർത്ത പൊടി മൂക്കാൻ അധികം സമയമില്ല. കാര്യം ചൂട് എണ്ണയും നല്ല ചൂട് ചട്ടിയുവാ, അന്നേരം അധികം സമയമില്ല. അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുവാണേ. ഈ ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് സെയിം പ്രൊസീജിയേഴ്സ് ആണ്. നമ്മുടെ എണ്ണ തെളിയണം, അതാണ് അത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഓരോ ചേർക്കുന്നതിൻ്റെയും പച്ചച്ചോവ അതിന് മുന്നിട്ട് നിൽക്കും. ഈ എണ്ണ തെളിയുന്നത് ഞാൻ പറഞ്ഞില്ലേ, കട്ടിയുള്ളൊരു ചട്ടി വെക്കുവാന്നേൽ ഈ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ദേണ്ട ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ആ എണ്ണ തെളിഞ്ഞു വരുന്നത്. നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈര. ഈ തൈരിന്റെ വെള്ളവും പറ്റി ആ മസാലയിട്ട് നല്ലതായിട്ട് അങ്ങ് ചേരട്ടെ. ആ ചേർത്ത സാധനങ്ങളുടെയൊക്കെ ഒരു പച്ചച്ചൊവ പോവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ചേർക്കുവാണേ. നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞുണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിനകത്തോട്ട് ചേർക്കാം. ഇങ്ങനെ ഇച്ചിരി മെനക്കെടാൻ പ്രയാസമാകുന്നതിൽ എന്നാ ചെയ്യണമെന്നറിയാവോ, നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഇച്ചിരി മേളിലായിട്ട് വെള്ളം ഒഴിച്ച് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി തിരിച്ച് ഗ്രേവി കട്ടിയായി വരുന്ന സമയത്ത് കറക്റ്റായിരിക്കും അതിൻ്റെ വേവ്. അപ്പം അങ്ങനെ ചെയ്താലും മതി. അതല്ല ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ കുറച്ച് വെള്ളം ചേർത്ത് വറ്റിക്കുക, എണ്ണ തെളിയിക്കുക, അങ്ങനെ ചെയ്താലും മതി. കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം കംപ്ലീറ്റ് എണ്ണ തെളിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക. ഫ്ലെയിം ഒന്ന് നല്ല വൃത്തിയായി കുറച്ചേച്ച് വേണം, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് അങ്ങ് അടി പിടിക്കും, കരിഞ്ഞു പോവും, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഞാനൊരു ഹാഫ് പോർഷൻ ചേർക്കാൻ പോവാം, മുഴുവല്ല, കുറച്ച് എനിക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ വേണം. എന്തായാലും നമുക്ക് കാണുമ്പോൾ അറിയാം ഇത്രയും ഗ്രേവി പോരാ അല്ലേ. ഈ ചിക്കനകത്ത് കംപ്ലീറ്റ് ഈ ഗ്രേവി ഒന്ന് പൊതിഞ്ഞിരിക്കണം. അപ്പം എന്നാ ചെയ്യേണ്ടത്, നമ്മൾ ചിക്കൻ പകുതിയെ വേവിച്ചിട്ടുള്ളൂ, മസാല കംപ്ലീറ്റ് ചിക്കനകത്ത് പിടിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഈ കംപ്ലീറ്റ് ഗ്രേവി ഉണ്ടാക്കിയതും മാരിനേറ്റ് ചെയ്തതും പിന്നെ എണ്ണയുടെ ഫ്ലേവറും എല്ലാം ഇതിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ ചിക്കന് പിടിക്കാനുണ്ട്. അതും മാത്രമല്ല ചിക്കൻ ഇച്ചിരി വേവാനുണ്ട്. അപ്പം എന്നാ ചെയ്യേണ്ടത്, നാച്ചുറൽ ഇച്ചിരി വെള്ളം കൊടുക്കണം. ഓക്കെ, ഞാൻ അതിൻ്റെ വേണ്ടിയ വെള്ളം ഒഴിച്ചു. നമുക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാലോ, പെരണ്ടിരിക്കണോ അല്ലെ ഗ്രേവി ആയിട്ട് വേണോ എന്നുള്ളത് നോക്കിയേച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് എന്തൊക്കെയാ, പച്ചമുളക് എത്ര ആയാലും നമ്മൾ വാങ്ങുന്ന സമയത്താണ് ചേർക്കുന്നത്. അതിൻ്റെ എരിവ് അങ്ങ് നമ്മൾ നേരത്തെ ഇറങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതൊരു ഡെക്കറേഷനായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. നെക്സ്റ്റ് വേണ്ടിയത് നാരങ്ങാനീരാണ്. നാരങ്ങാനീര് ഞാൻ ലാസ്റ്റ് അതും വാങ്ങാന്നേരാണ് ചേർക്കണ്ടേ, പക്ഷെ നമ്മൾ പുളിയായിട്ട് ചേർത്ത് കുറച്ച് തക്കാളിയും ചേർത്തിട്ടുണ്ട്, കുറച്ചല്ല തക്കാളിയും ചേർത്തിട്ടുണ്ട്, ഒരു തവി
തൈരും ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം പിന്നെ നാരങ്ങ ചേർക്കാൻ. ഈ നാരങ്ങ ഇതിനകത്തല്ല ചേർക്കുന്നത്, ലാസ്റ്റ് വിളമ്പുമ്പം, അതായത് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ മീൻ വറുത്തതിനകത്തൊക്കെ നാരങ്ങ നീര് ഒഴിച്ച് കഴിക്കുകയില്ല ചെറില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ നാരങ്ങ നീര് ഒഴിച്ചേച്ച് വേണം എടുക്കാൻ. അതാണ് നെക്സ്റ്റ് വൺ. പക്ഷേ ചാറ്റ് മസാല ആൻഡ് കസൂരി മേത്തി ഇതിൻ്റെ കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ അറിയാതെ പോകും. നമ്മൾ ഇതുവരെ ആക്ച്വലി എന്നാ പറയുക, ചിക്കനകത്ത് പെരട്ടിയപ്പം മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉപ്പേ ചേർത്തിട്ടില്ല അല്ലേ. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ നോക്കിയേച്ച് നമുക്ക് ചേർക്കാം. ഇന്നും ആനീസ് കിച്ചണിൽ ഭയങ്കര സന്തോഷവും നിറവും സംഗീതവും കൊണ്ട് നിറയാൻ പോവുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ രഞ്ജൻ രാജൻ വൈഫാണ്. അപ്പം അറിയാലോ, മ്യൂസിക് ഡയറക്ടർ. ആനീസ് കിച്ചണിൽ സംഗീതം കൊണ്ട് നിറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഡിഷസും കൊണ്ട് നമുക്ക് അവിടെ ട്രീറ്റ് ചെയ്യുമാണ് അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രസൻറ്റേഷൻ ഒരു തിക്ക് ഗ്രേവി ആണ്. ഇത് ശരിക്കും ചെയ്യേണ്ടത് ഒരു തവായിലാണ്. ആ തവായിൽ നമ്മൾ ഒരു ചിക്കൻ ഇട്ട് ഇങ്ങനെ പെരട്ടി പെരട്ടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിക്നെസ് ഇല്ലേ, അതാണ് ഇതിന് വേണ്ടിയത്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിൽ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടാനുള്ളത് മല്ലിയിലയാണ്. അത് വാങ്ങിയതിന് ശേഷം പച്ചമുളകും നാരങ്ങാനീരും മല്ലിയിലയും കൂടെ ഇട്ട് വേണം ഈ കറി എടുക്കാൻ. വെൽക്കം. താങ്ക് യു. ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടത് എപ്പോഴാണ് ഓർമ്മയുണ്ടോ? പിന്നെ ചേച്ചി ഐഡിയലി നമ്മൾ കഫേയിൽ വെച്ചിട്ട് കറക്റ്റ് എന്റെ സീസണിൽ ലാസ്റ്റ് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ട്. അത് 5 years അല്ലേ, ജോസഫ് ഒക്കെ കഴിഞ്ഞ സമയം. കറക്റ്റ്. ഒറ്റയ്ക്കല്ലേ വന്നേ? ഒറ്റയ്ക്ക്. പുതിയ ആളെ പരിചയപ്പെടുത്തേണ്ട മര്യാദയില്ലേ? ഇതെന്റെ ഭാര്യ ശില്പ തുളസി എന്നാണ് പേര്. താരാന്ന് വിളിക്കും. ഓക്കെ, ഞങ്ങളും താരാന്ന് വിളിക്കാം. തീർച്ചയായിട്ടും നല്ല രസമല്ലേ ആ പേര്? എനിക്ക് ആ പേര് തന്നെയാണ് ഇഷ്ടം. അല്ലേ? ഒന്നല്ല ദേവിയുടെ പേരല്ലേ? അതെ, ഭയങ്കര ഇഷ്ടാട്ടോ താര. ഞങ്ങൾ ഫിക്സ് ചെയ്ത് താര. ഓക്കെ, മറ്റൊക്കെ ഞങ്ങൾ മായ്ച്ചോളൂ. ഞാൻ ഞങ്ങൾ തമ്മിൽ അറിയാം, പക്ഷെ എന്നാലും അല്ല, എന്റെ പ്രേക്ഷകർ ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ടൊന്ന് പരിചയപ്പെടാം. എന്നാണ് വിശേഷം? നല്ല ചേച്ചി, ഞാനിങ്ങനെ ചേച്ചിയുടെ ഷോന് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതെ, എന്നാ പറഞ്ഞാലും എപ്പോ പറഞ്ഞാലും എനിക്ക് ആ ഉയിരിൻ നാഥനെ ഒന്ന് പാടിയേ പറ്റൂ. എനിക്കല്ല, എല്ലാവർക്കും വേണ്ടി. ഉയിരിൻ നാഥനെ ഉലകിൻ നാദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ, ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ, എൻ്റെ മുൾപ്പാതയിൽ ഉൾപ്പൂവു നീ തൂകിയിടുന്നു, എൻ്റെ കണ്ണീർത്തടം തൂവാല പോൽ മായ്ക്കുന്നു നീ. നിർത്താൻ പറയാൻ പറ്റുന്നില്ല, ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വരികൾ BK നാരായൺ സാർ എഴുതി, ഹരിനാരായൺ സാർ എഴുതി, സോറി. പക്ഷെ അതിന്റെ ഒരു കമ്പോസിങ്, അതിന്റെ വരികൾ, ഇതിന്റെ ഒരു പുറകിലത്തെ ഒരു കഥയില്ലേ, അതെന്തായിരുന്നു? ജോസഫിലെ എല്ലാ പാട്ടിനും ഓരോ സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഞാൻ പൂമുത്തോളെ പറയാറുണ്ട് പലപ്പോഴും, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണ്. അമ്മയുടെ ആബ്സെൻസിൽ അമ്മ എന്നെ വിട്ടു പോയ സമയത്ത് ചെയ്ത പാട്ടാണ്. പല സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട്. ഉയിരുനാഥനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല, ഞാനും അങ്ങോട്ട് ഹാപ്പി ആവുന്നില്ല, എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ ഒരു ഫീല് കിട്ടുന്നില്ല. അപ്പോഴാണ് ജോജു ചേട്ടൻ എന്നെ വിളിച്ച് ഇങ്ങനെ പറയുന്നത്, എടാ കുറച്ച് എല്ലാവർക്കും ഓൾറെഡി കേട്ട പോലത്തെ പാട്ടായാലും കുഴപ്പമില്ല,
ഈ ഭയങ്കരമായിട്ട് യുണീക്കായിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം എന്നൊന്നും ചിന്തിക്കേണ്ട, ഓൾറെഡി കേട്ട പോലത്തേക്ക് ഒരു പാട്ടായാലും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം അത് പറഞ്ഞ ഉടനെ ഞാൻ ജോയിച്ചേട്ടൻ്റെ വോയിസ് നോട്ട് അയക്കുന്നത് മിഷിഹ സ്വപ്നമേ എന്ന് അയച്ചു കൊടുക്കുന്നത്. ഇങ്ങനത്തെ വല്ലതും മതിയോ ചേട്ടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കൊള്ളാം, അപ്പോൾ ആ ട്യൂണ് ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ വായിൽ വന്ന വേർഡ് മിഷിഹ സ്വപ്നമേ എന്നാണ്, എനിക്കറിയില്ല എന്തുകൊണ്ടത് വന്നു. അങ്ങനെ ആ പാട്ട് കമ്പോസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഹരിനാരായണ ചേട്ടന് ഓവർ ദി ഫോണിൽ എഴുതിയ പാട്ടാണ്. അന്ന് ഞങ്ങളോട് പറഞ്ഞു. ഹരിയേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഹരിയേട്ട ഇതാണ് ട്യൂൺ തരരി താര എന്ന് പറയും. പുള്ളി ഉയിരിനാഥനെ പറയുമ്പോൾ തന്നെ റിപ്ലൈ പറയുന്ന പോലെ പറഞ്ഞതാണ്. ഓ അതെ, ഹലോ ഹലോ എന്ന് പറയുന്ന പോലെ മ്യൂസിക് പറയുന്നു, അതിനുള്ള ആ ട്യൂണ് പറഞ്ഞപ്പോ തിരിച്ച് ഉയിരിനാഥനെ. അപ്പൊ ഞാൻ തരരി തരര ഉലകിൻ നാദിയെ എന്നൊന്ന് നീ എഴുതിക്കാൽ ഞാൻ മറക്കും എന്നാണ് ഹരിയേട്ടൻ ശരിക്കും പറയുന്നത്. ദൈവനമ്പുരാൻ കൊടുക്കുന്ന ഒരു കഴിവ് തന്നെയല്ലേ അത്. ശരിക്കും ഓരോരുത്തർക്ക് ഇങ്ങനെ പറയുമ്പോഴും ആ ഉടനെ ആ വേർഡ്സ് വരാനല്ലേ. ഇത്രയും സ്പീഡിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ വേർഡ്സ് കിട്ടിയത്. വിജയ് യേശുദാസ് വിജയേട്ടൻ വന്ന് 20 മിനിറ്റ്സ് 25 മിനിറ്റ്സിൽ പാടിപ്പോയ പാട്ടാണത്. അത്ര സ്പീഡിലാണ് പുള്ളിയും അത് കൺസീവ് ചെയ്തത്. എനിക്കൊന്ന് തമ്പുരാൻ അത്രയും കനിഞ്ഞ് അനുഗ്രഹിച്ച പാട്ടാണ്. സത്യം. അല്ലെങ്കിൽ ഇത്രയും സ്പീഡ് അപ്പ് വർക്ക് വരില്ലല്ലോ സാധാരണ ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ അങ്ങനെ ആണോ? ഞാൻ പണ്ടൊക്കെ കൂടുതൽ ഈ പള്ളികളിലൊന്നും പോകുന്ന ആളൊന്നും ആയിരുന്നില്ല. ചെറുപ്പം തൊട്ട് കൂടുതൽ അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനൊക്കെ ഈ ജോസഫ് ഇറങ്ങുന്ന ഒരു 2 മാസം മുന്നേ, ഒരു കൊല്ലം മുന്നേ തൊട്ട് ഞാൻ പുണ്യാളിൻ്റെ അടുത്ത് പോകാൻ തുടങ്ങി. സെൻറ്റ് ആൻ്റണീസ് പുണ്യാളിൻ്റെ അടുത്ത് പോകാൻ തുടങ്ങി. എസ്പെഷ്യലി ചൊവ്വാഴ്ചകളിൽ പോയി നൊവേന കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു 9 നൊവേന എൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് വീക്കാണ് ജോസഫ് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ആ ഒരു വൈബ് എനിക്ക് ശരിക്കും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതുവരെ ഞാൻ പോവാതെ ഒരു സ്ഥലത്തേക്ക്, പുതിയൊരു സ്ഥലത്തേക്ക്, അതും വളരെ ഡിവൈൻ ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് എവറി വീക്ക് ഞാൻ പോകാൻ തുടങ്ങുകയാണ്. ഒരു കാര്യമില്ലാതെ, ഒരു വിത്തൗട്ട് എനി റീസൺ പെട്ടെന്ന് പോകാൻ തോന്നുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നുകൊണ്ട് മാത്രം അവിടെ പോയപ്പോൾ എനിക്ക് അഗൈൻ പോകാൻ തോന്നുന്നു. പിന്നെ ഞാൻ നൊവേനകൾ കൂടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആൾക്കാരുടെ പ്രാർത്ഥനയും മെഴുകുതിരികളും ആ വെളിച്ചവും എല്ലാത്തിൻ്റെയും ഒരു സുഖവും ആ ഒരു സ്മെല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. ആ ഡിവിനിറ്റി സ്മെല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കാം അറിഞ്ഞോ അറിയാതെയോ പാട്ടായിട്ട് വന്ന് സംഭവിച്ചത്. അല്ല, ഇദ്ദേഹത്തെ താര എങ്ങനെ കണ്ടുപിടിച്ചേ? താരയുടെ കഥയൊക്കെ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ചേച്ചി മറന്നുപോയതായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ 7ാം ക്ലാസ് തൊട്ട് ഞാൻ കാണുന്ന എന്റെ ഭാഗത്തുനിന്ന് പ്രേമിച്ചു. ആ ഭാഗത്തുനിന്ന് ഉണ്ടോ ഇല്ലെന്നറിയില്ല, പക്ഷെ ഫീൽ ചെയ്യിപ്പിക്കുമായിരുന്നു, ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എന്നോടും പ്രേമം ഉണ്ടെന്ന് എവിടെയൊക്കെ എപ്പോഴൊക്കെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി വേറെ പ്രേമമൊക്കെ ഉണ്ടായിരുന്നു, വേറെ പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് കോമഡി ചേച്ചി എൻ്റെ ഇൻറ്റ്യൂഷനും അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ ഈ സംഭവം ആവുന്നതിൻ്റെ ഞാൻ തന്നെ ട്രസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യം. എന്നിട്ട് ഈ പറഞ്ഞ 7ാം ക്ലാസ്സോട് ഞാൻ പ്രേമിച്ചു തിരിച്ചുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ BCom 3rd year പഠിക്കുമ്പോൾ എന്നെ പ്രപ്പോസ് ചെയ്തത് താരയാ. അതുവരെ എന്റെ മനസ്സിലേ ഉള്ളൂ, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. 7ാം ക്ലാസ് തുടങ്ങിയത് ഞാൻ തുടങ്ങി. അപ്പൊ എത്ര വർഷത്തെ മാനിഫെസ്റ്റേഷൻ അത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാ പറയുന്നത്. ഞാനന്ന് 6th standard എന്തോന്ന് പഠിക്കുന്നത്. 6ാം ക്ലാസ് വരെ കൊച്ചിനെ പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ തിരിച്ചു വന്ന് താര ചോദിച്ചു. അപ്പൊ കല്യാണം. അതായത് ഈ പണ്ട് മറ്റേ നോർമൽ ഫോണാണല്ലോ, അപ്പൊ ഈ ഫോർവേഡഡ് മെസ്സേജസ് ഒരുപാടുണ്ട്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ മിസ് യു എന്ന് പറഞ്ഞ ലാസ്റ്റ് ഒരു ലൈൻ വരും. എനിക്ക് മിസ് യു ലവ് യു എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഞാനല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് മിസ് യു ടൈപ്പ് മെസ്സേജസ് വരും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തോ ഉണ്ടല്ലോ. അതെ, ചുമ്മാ താരയുടെ ഭാഗത്തുനിന്ന് വന്ന മെസ്സേജുകളിലും ഇവര് നോർമലി അയക്കുന്ന പോലെ മിസ് യു എന്നൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പത്തില് കണ്ടു. അങ്ങനെ, അതായത് പാലക്കാടാണ് രഞ്ജൻ. അപ്പോ കൊച്ചിയിലേക്ക് വരണമെന്ന് പറയുമ്പോ ഞങ്ങളുടെ വീട്ടിലേക്കാ വരുന്നത്. അപ്പൊ നല്ല ഫ്രണ്ട്സ്, ഞങ്ങള് പുറത്തൊക്കെ പോകും, കസിൻസ് എല്ലാരും കൂടെ. അപ്പൊ ഞാൻ എല്ലാവരുമായിട്ട് ഇവരുടെ വീടാ ഞങ്ങൾക്ക്. ഇവർക്ക് പാലക്കാട് എന്ന് പറഞ്ഞാൽ എന്റെ മുത്തശ്ശിയുടെ ദോശയും അതൊക്കെയാണ് ഇവരുടെ നൊസ്റ്റാളജി. ഇവർ അതിനു വേണ്ടി അങ്ങോട്ട് വരും. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ രഞ്ജൻ ഫസ്റ്റ് മ്യൂസിക് ഒക്കെ ചെയ്യുമ്പോ താര കേൾക്കാറുണ്ട്? അഭിപ്രായങ്ങൾ പറയാമോ? പിന്നെ എങ്ങനത്തെ മ്യൂസിക് ഇഷ്ടം? മെലഡി ആണ്. രഞ്ജന്റെ മെലഡി ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അതായത് ഞാൻ ആസ് എ തേർഡ് പേഴ്സൺ ആയിട്ടാണ് എപ്പോഴും കേൾക്കാറ്. ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. കുറച്ചും കൂടി ഫീല് വേണം എന്നൊക്കെ ഞാൻ പറയും. ഞാൻ ആസ് എ ലേമാൻ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. ശരിക്കും ആസ് എ വൈഫ് അല്ല, തേർഡ് പേഴ്സൺ കേൾക്കുന്ന പോലെ ഗുഡ് ഓർ ബാഡ് പറയും. പറയും. അപ്പൊ അതിനകത്ത് കറക്ഷൻസ് ഉണ്ട്. എല്ലാം എടുക്കില്ലേ?
അല്ല ഞാനൊരു മ്യൂസീഷ്യൻ അല്ലേ ചേച്ചി. എനിക്ക് എൻ്റെതായ കുറച്ച് തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത വളരെ ലേമാൻ പെർസ്പെക്റ്റീവിലുള്ള ചില കാര്യങ്ങൾ കിട്ടുമല്ലോ, അത് ഹെൽപ്ഫുൾ ആവാറുണ്ട്. എന്തായാലും എടുക്കും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കരിനീല കണ്ണു. ഇപ്പൊ താര ഒരു ചെറിയ ഉദാഹരണം പറയാം. ജോസഫിലെ കരിനീല കണ്ണുള്ള പെണ്ണ്, അതാണ് താരക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. അവൾക്ക് പൂമത്തോളം ഇഷ്ടമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെ എടുക്കും? ഈ ഒറ്റ കോട്ടുന്ന് എന്നോട് പറയും. അപ്പൊ ഞാൻ ചില സമയത്ത് സ്വന്തമായിട്ട് കൺവിൻസ്ഡ് ആവുമല്ലോ ചില കാര്യങ്ങൾ പറയുമ്പോ. അപ്പൊ ഞാൻ ഇതാലോചിക്കും, ഇതും കൂടെ ആലോചിക്കും. അപ്പൊ എന്നോട് പറഞ്ഞില്ലേ, കേട്ടില്ലേ, ഞാൻ കണ്ടില്ല. ഇഷ്ടമല്ല എന്നല്ല, ആ പാട്ടിനേക്കാളും ഇഷ്ടം കരിനീല കണ്ണാണ് എന്നാണ് പറഞ്ഞത്. അല്ല അത് പറയാം, എനിക്കിത് കേൾക്കുമ്പോ ഒരു ഗൂസ് ബംസ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് പൂമത്തോളെ കേട്ടപ്പോ. നാട്ടുകാര് മുഴുവൻ അതിന്റെ പുറകെ ഈ പറഞ്ഞ പോലെ ആർക്കും അയ്യേന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല. എന്നോട് പറയും, ഞാൻ ഇതുപോലെ അഭിപ്രായം പറയുമ്പോ പറയും, ആ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ഈ പാട്ട് ഓക്കെ. ഒത്തിരി ലെജൻസ് ഉണ്ട് നമ്മുടെ മ്യൂസിക്കിൽ അല്ലെ. ശരിക്കും രഞ്ജിൻ ആരെ ഇൻസ്പയർ ഏറ്റവും കൂടുതൽ? ജോൺസൺ മാഷും രാജാ സാറും ബേസിക് ആണ്, അത് ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മലയാളികൾക്ക് ഒന്നും മറക്കാൻ പറ്റാത്ത ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും രാജാ സാർ ഭീകരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിനോട്? പേടിയാണ്, ആലോചിക്കാൻ തന്നെ പേടിയാണ്. അല്ല അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നില്ലേ? പോയി കണ്ട് കാലിലങ്ങ് സാഷ്ടാംഗം പ്രണമിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ, വർക്ക് ചെയ്യണം ഞാൻ ചിന്തിച്ചിട്ടില്ല. പേടിയാണ്. പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ആസ് എ മ്യൂസീഷ്യൻ നമ്മളെല്ലാം ഫോളോ ചെയ്യേണ്ട പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ചെറിയ കാര്യത്തിൽ പോലും പഠിക്കാൻ വലിയ വലിയ പാഠങ്ങളാണുള്ളത്. അത് ആക്ച്വലി നമ്മളൊക്കെ ഒത്തിരി പഠിക്കാനുണ്ടെന്നാ പറയുന്നത് ഈ ലെജൻസിന്റെ കയ്യിൽ നിന്ന് അല്ലേ. വി ആർ നോട്ട് പെർഫെക്റ്റ്. നമുക്ക് ഇനിയും ഒത്തിരി പഠിച്ച ഒരുപാട് ചെറിയ ചെറിയ ട്രിക്സ് ഒക്കെ ആയിരിക്കാം, ബട്ട് ഇറ്റ് മേക്സ് മോർ ഇമ്പാക്ട്. അതൊക്കെ പഠിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് സത്യം തന്നെ അല്ലേ. ഓരോ പാട്ടും ഓരോ ലെസൺ ആണ് രാജാ സാറുടെ. ജോൺസൺ മാഷിന്റെ പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ പറയണ്ടല്ലോ. വേറെ പാട്ടുകൾ കേൾക്കുമ്പോൾ സ്റ്റഡി ചെയ്യാറുണ്ട്? ഓട്ടോമാറ്റിക്കലി സംഭവിക്കുമല്ലോ ചോദിച്ചു. നമ്മൾ എന്തായാലും അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതും കൂടെ കൊണ്ട് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇരിക്കില്ല. അത് പക്ഷെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. മോള് ബേസിക്കലി എന്താ പഠിച്ചേ? മ്യൂസിക് ആണ്. ഞാൻ മ്യൂസിക് അല്ല, ഞാൻ MBA കഴിഞ്ഞതാണ്. ഞാൻ ഒരു മോന് ഡെലിവറി ആവുന്ന വരെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. പ്രഗ്നൻസിന് ശേഷം പിന്നെ ഞാൻ എന്താ പറയുന്ന രഞ്ജിന്റെ കാര്യങ്ങള് ഏറ്റെടുത്ത് അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു ഓപ്പറേഷൻസ്. അതെ, എന്ന് വെച്ചാൽ എന്തായാലും ഒരാള് നോക്കി നടത്താൻ വേണം. അപ്പൊ പുറത്തുനിന്ന് ഒരാളെ വിളിക്കണ്ടല്ലോ. അതാ ആ കാശ് നമുക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശമ്പളം കൊടുക്കുന്നുണ്ടോ? ചോദിച്ചു മേടിക്കുന്നത്. ശമ്പളം തന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തു. ഇത് ഇന്ന ലോണിന് അടയ്ക്കണം, ഇത് ഇന്ന ലോണിന് അടയ്ക്കണം. അവിടെ ഭാര്യയാക്കി ശമ്പളം തന്നു. ഞാൻ മാത്രം കഷ്ടപ്പെട്ടാ മതി. അയ്യോ എന്ത് നല്ല ബുദ്ധി. അല്ല മോന് ഇഷ്ടാ മോന് പാട്ടൊക്കെ? മോന് പാട്ട് ഇഷ്ടാണ്. ആദ്യമൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ലായിരുന്നു. ഇപ്പൊ അവൻ അപ്പയുടെ പാട്ട് കേൾക്കുമ്പോ തന്നെ പറയും, ഇത് അപ്പയുടെ പാട്ടല്ലേ ഇതൊക്കെ ചോദിക്കും. പഠിപ്പിക്കുന്നുണ്ട്. മോക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പാട്ടിനോടോ? അങ്ങനെ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പഠിപ്പിച്ചില്ല കേട്ടോ. പഠിപ്പിച്ചിട്ടുണ്ട്. ആരും കേൾക്കില്ല കൂട്ടത്തില്. അതെന്താന്ന് വെച്ചാൽ രഞ്ജിന്റെ പാട്ടുകൾ ഭയങ്കര പാടാണ് പാടാൻ, ഭയങ്കര ഹൈ പിച്ചാ. ഞാൻ പറയും ഒന്ന് കുറച്ച് പിച്ച് പിടിച്ചാൽ പാടിയാ നോക്കിയാലോ? എന്റെ അമ്മേ വേണോ? ഒരെണ്ണം. चेहरा है या चांद खिला है, जुल्फ घनेरी शाम है क्या, सागर जैसे आंखों वाली ये तो बता तेरा नाम है क्या. പോരെ? മതി, ധാരാളം. ഓക്കെ മതി, ധാരാളം. ഓക്കെ, ഈ റിയാലിറ്റി ഷോയിൽ കൂടെ ആണല്ലോ രഞ്ജൻ വരുന്നേ ഇങ്ങോട്ട് ഫിലിമിലേക്ക്. അപ്പൊ ഇപ്പത്തെ കുട്ടികൾ ഭയങ്കര ടാലന്റഡ് ആണ്. അവർക്കൊക്കെ ചാൻസ് കൊടുക്കാൻ അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തിരുന്നു ചോദിച്ചു. ഇപ്പൊ റീസെന്റ് ഞാൻ വന്ന റിയാലിറ്റി ഷോയിൽ എനിക്ക് ഗസ്റ്റ് ആയിട്ട് പോയിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ചിത്രേച്ചിയുടെ അടുത്ത് 2 തവണ പോകാൻ പറ്റി. അപ്പോൾ ആദ്യത്തെ തവണ പോയ സമയത്ത് ഒരു കുട്ടി ഋതിക എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടി ഒരുപാട് ഇഷ്യൂസിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയും ഒക്കെ പോകുന്നൊരു ഫാമിലി ആയിരുന്നു. ഒരു വാടക കൊടുക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ പോവായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ഞാൻ ആ കൊച്ചിനെ നോട്ടീസ് ചെയ്തു. പക്ഷെ അവളുടെ പാട്ട്
ഗംഭീരമായിട്ട് പാടുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഒന്നും ആലോചിച്ചില്ല. എൻ്റെ അടുത്ത പടത്തിൽ പാടുന്നു മാത്രം പറഞ്ഞുള്ളൂ. എനിക്ക് വേറെ പ്രൊഡ്യൂസറോടോ ഡയറക്ടറോടോ ചോദിക്കാനൊന്നും സമയം ഞാൻ എടുത്തില്ല. പക്ഷേ എന്തോ അത് സംഭവിക്കും എന്നൊരു തോന്നലിൽ ഞാൻ അങ്ങ് ഓഫർ കൊടുത്തു. വെരി നെക്സ്റ്റ് മന്ത് തന്നെ വിജയ് യേശുദാസിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് ആ കൊച്ചിനെ കൊണ്ട് എനിക്ക് പാടിപ്പിക്കാൻ പറ്റും. അത് ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. തൂമഞ്ഞ് പോലെൻ്റെ കൺപീലിയിൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അതിറങ്ങിയോ? ആ പാട്ട് ഇറങ്ങി. ഓക്കെ, അപ്പൊ ഞങ്ങളൊന്ന് നോക്കാം. ദൈവമേ, ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കട്ടെ അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും നല്ലതാ. കാര്യം അവർക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടേ, അല്ലാതെ റിയാലിറ്റി പാടി പോയിട്ട് ഞാൻ ഒരുപാട് കാര്യമില്ല. കൊതിച്ചിട്ടുണ്ടല്ലോ ഈ റിയാലിറ്റി ഷോയിൽ പാടുമ്പോൾ. അവിടെ വരുന്ന സംഗീത സംവിധായകര് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ കൊതിച്ചിട്ടുണ്ട് എൻ്റെ പേര് പറയാനോ അല്ലെങ്കിൽ സത്യം. എന്നെ ചൂസ് ചെയ്തു എന്ന് പറയണം എന്ന് ആഗ്രഹിച്ചിട്ട്. പക്ഷെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. അപ്പോഴൊക്കെ ശരിക്കും വിഷമം തോന്നിയിട്ടില്ലേ? വിഷമങ്ങൾക്ക് എനിക്ക് ഒരുപാട് വിഷമങ്ങളിലൂടെ തന്നെ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്തിട്ടുണ്ട് ചേച്ചി. അത് ഈ പറഞ്ഞ റിയാലിറ്റി ഷോയിൽ മാത്രമല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും പല രീതിയിലും നമ്മൾ എന്തായാലും ഒഴിവാക്കപ്പെട്ടിട്ടും ഇൻസൾട്ടഡ് ആയിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഭയങ്കര അസറ്റുമാണ്, ഭയങ്കര ക്യാപിറ്റലാണ് ആക്ച്വലി നമ്മുടെ ആ സ്ട്രഗിള്. അപ്പൊ ഞാനത് വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് കാണുന്നത്. അതില്ലായിരുന്നെങ്കിൽ പലതും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതെന്തായാലും ഞാൻ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിക്കും നമുക്ക് ആ ഒരു പെയിൻ ഭയങ്കരമായിട്ട് നമ്മളെ ലെസൺസ് ആക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് പിന്നെ നമ്മൾ അവരെ കാണുമ്പോഴും യു ബിഹേവ് ഇൻ എ സെയിം വേ ഓർ ഇൻ അതർ വേ? സെയിം വേ ചെയ്യും, അതിൽ മാറ്റമൊന്നും. അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഞാൻ ബിഹേവ് ചെയ്യുള്ളൂ. എനിക്ക് നിങ്ങളായിട്ട് യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ട് അങ്ങനെ പാടുള്ളൂ എന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം. ഇപ്പൊ പുതിയൊരു കുട്ടിക്ക് ചാൻസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലേ. ഇപ്പം ശരിക്കും നമ്മളൊരു ഫിലിം നോക്കുകയാണെങ്കിൽ ഇപ്പം വലിയ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യലി അത് സെയിൽ ആവുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണോ പാട്ടിലും? അതായത് ചിത്രയിച്ച് അങ്ങനെ പാടിയാൽ മാത്രമേ സെയിൽ ആവുള്ളൂ? ഓഡിയോ ഇപ്പൊ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് സ്പേസ് ഉണ്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഓഡിയോ കമ്പനീസ് ഒക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ് ഇപ്പോൾ ഇൻഡസ്ട്രി. എനിക്കൊരു കാലഘട്ടത്തിൽ എനിക്കൊന്ന് സിനിമ വിൽക്കുന്ന അത്രയും ഒരു ബഡ്ജറ്റിൽ ഇപ്പോൾ ഓഡിയോ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു വലിപ്പം ഓഡിയോ ബിസിനസ്സിനായി. അതിന് കമ്പോസർ വലിയൊരു പാർട്ടാണ്, ഡിമാൻഡായി. അത്രയും സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ചുറ്റുപാടും ഉണ്ട് ഈ മീഡിയയുടെ വളർച്ച കൊണ്ട് തന്നെ. അപ്പോൾ മ്യൂസിക് ഡയറക്ടർ വളരെ പ്രാധാന്യമുള്ള ആളാണ്. അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാട്ടിലുപരി സിനിമ ഇപ്പോഴും സിനിമയുടെയും ആർട്ടിസ്റ്റിന്റെയും ബേസ് ചെയ്തിട്ട് തന്നെയാണ് പാട്ടിന്റെ വാല്യൂ കൂടുന്നത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇപ്പൊ സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ റീസെന്റ് ഞാൻ ചെയ്ത സിനിമയാണ്. അർജുന അശോകനൊക്കെയാണ് അഭിനയിച്ചത്. അത് അത്യാവശ്യം 1 CR ഒരു ബഡ്ജറ്റിലാണ് ഓഡിയോ കച്ചവടമായത്. ആ സിനിമയുടെ 4 പാട്ടിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സിനിമയ്ക്കപ്പുറം മാളികപ്പുറം ടീം വീണ്ടും ഒന്നിച്ച സിനിമ എന്നൊരു മാർക്കറ്റ് വാല്യൂ ആണ് അതിനെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയൊരു വാസ്റ്റ് സ്പേസ് ഇപ്പോൾ ഓഡിയോ ഇൻഡസ്ട്രിയിലുണ്ട്. അതേപോലെ ഇപ്പോൾ വേറെ ഇപ്പോൾ ടോവി, രാജു ചേട്ടൻ അതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ വരുന്ന പടങ്ങൾക്ക് വേറെ ലീഗിലാണ് ഓഡിയോ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് ഈ പാട്ടിന് ഇപ്പൊ നമ്മൾ പുതിയൊരു കുട്ടിക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ പാട്ട് ബെസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെയിൽ. ഡെഫിനറ്റ്ലി. അല്ലാതെ ഇങ്ങനെ ഇപ്പം ഇന്ന ആള് പാടിയാലേ സെയിൽ ആവുള്ളൂ അങ്ങനെയൊന്നുമില്ല അല്ലേ? അത് ഞാൻ ഒരിക്കലും അത് ഫോക്കസ് ചെയ്യാറില്ല. ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യുള്ളൂ. എന്റെ പാട്ടിന് അപ്പോൾ ഒരു വാല്യൂ അപ്പുറത്ത് തരുന്നുണ്ടെങ്കിൽ ഇത് സെയിൽ ആയിക്കോളെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. പുതിയ പിള്ളേർക്ക് റേഞ്ചിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. എന്തായാലും കൊടുക്കും. അപ്പൊ എന്റെ പ്രേക്ഷകർക്ക് ഒരു ഡയസ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അതപ്പോ നമുക്ക് വിളിക്കാം, ശല്യം ചെയ്യാം, എന്നെ വേണേലും ചെയ്യാം. ശല്യമൊന്നുമില്ല ചേച്ചി. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എവിടുന്നാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ശബ്ദം കിട്ടുന്നത്. അല്ലെങ്കിൽ കുറെ എഴുത്തുകാര് മ്യൂസിഷ്യൻസ് എല്ലാം അങ്ങനെയാണോ ബേസിക്കലി? ആയിരിക്കണം പുതിയ ശബ്ദത്തിന് വേണ്ടി കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ഒക്കെ ഇടാറുണ്ട് പുതിയ സിംഗേഴ്സിന്. എനിക്ക് മെസ്സേജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇടാറുണ്ട്. നോട്ട് ഓൺലി സിംഗേഴ്സ്, ലിറിസിസ്റ്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസ്, സൗണ്ട് എഞ്ചിനീയേഴ്സ്, പ്രോഗ്രാമേഴ്സ്, അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട് അവർക്ക് വേണ്ടി. ഇപ്പൊ ശരിക്കും നമ്മുടെ മലയാളി പ്രേക്ഷകർ മൊത്തം ഫാൻ BK നാരായൺ സാറിന്റെ ആണ് അല്ലെ? ശരിക്കും അദ്ദേഹത്തിന്റെ വരികൾ ഭയങ്കര രസമാണ് അല്ലെ? ഭയങ്കര ടച്ചിങ് ആണ് അദ്ദേഹം. ഭയങ്കര സ്പീഡായി. ഹരിയേട്ടനോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളി ഒരിക്കൽ മേടമാസം എന്നൊരു സോങ് എഴുതിയിട്ടുണ്ട്. എൻ്റെ തന്നെ അൽമല്ലു എന്ന് പറഞ്ഞ ബോബൻ സാമുവൽ ഡയറക്ട് ചെയ്ത പടത്തില് ആ പാട്ട് എഴുതിയിട്ട് ഫുൾ ലിറിക്സ് ഒറ്റ കോളില് 40 മിനിറ്റ്സിൽ പല്ലവി അനുപല്ലവി ഒക്കെ എഴുതി കഴിഞ്ഞു. എന്നിട്ട് അവസാനം പറയാം, നീ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ കണ്ണിൽ ഞാൻ മരുന്ന് ഒഴിച്ചിട്ട് കണ്ണടച്ചിട്ടിരിക്കുകയാണ്, ഞാൻ എവിടെ ഇത് എഴുതുന്നത്. ഇവിടെ വന്നപ്പോ ഇത് തന്നെ പറഞ്ഞു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് എന്റെയൊക്കെ ചിന്ത എന്നാന്നറിയോ, ഒരു വരികൾ എഴുതുമ്പോ ഇങ്ങനെ
ഏകാന്തതയിലിരുന്ന് ഒരു സ്പെഷ്യൽ മൂഡ് അങ്ങനെയൊക്കെ ആയിരിക്കും ലിറിക്സ് എഴുതുന്നത്. എവിടെ വന്ന് കണ്ണടച്ചിരിക്കുമ്പോ ഞാൻ എഴുതും. അത് എന്റെ പാട്ടാണെന്നാ കണ്ണടച്ചിരുന്ന പാട്ട്. വെരി ഗുഡ്. പിന്നെ ഒരിക്കൽ മാളികപ്പുറം ചെയ്തിട്ട് അതിൽ ചേച്ചി കണ്ട മൂവിയില്ലേ മാളികപ്പുറം, അതിൽ ആ കുട്ടിയുടെ അച്ഛൻ സൈജു ചേട്ടൻ്റെ ക്യാരക്ടർ മരിച്ച് ഉള്ള സമയമുണ്ട്, ചെത കത്തുന്ന സമയം, ആ കുട്ടി മാല ഊരുന്ന സമയം. അപ്പോൾ അവിടെ ഞാൻ ഫ്ലൂട്ട് ബിറ്റ് കൊണ്ട് BGM ആണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹരിനാരായണൻ ചേട്ടൻ നങ്ങേലി പൂവയുടെ വേറൊരു വേർഷൻ എഴുതാനായിട്ട് സ്റ്റുഡിയോയിൽ വന്നതാണ്. അപ്പോൾ ഈ വിഷ്വൽ ചുമ്മാ ഞാൻ കാണിച്ചു കൊടുത്തു. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വിഷ്വൽസ് ആണല്ലോ. അപ്പോൾ അത് സാധാരണ വേറെ ഒരാൾക്ക് കൊള്ളുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട് വിഷമം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പുള്ളി പറഞ്ഞു, എടാ ഇത് നന്നായിട്ടുണ്ട്, പക്ഷേ ഈ ഫ്ലൂട്ട് അല്ല ഇവിടെ വരേണ്ടത്, ഞാൻ ലിറിക്സ് ചെയ്താൽ വേണ്ട ഫ്ലൂട്ടിൻ്റെ വായിച്ച സെയിം മെലഡി പുള്ളി അപ്പോൾ തന്നെ 5 മിനിറ്റിൽ വെച്ച് താരകാംബരമേ ജപമാലയൊരുകയോ എന്ന് പറഞ്ഞിട്ട് ബാൽക്കണിയിൽ ഇങ്ങനെ നടന്ന് പുള്ളി തിരിച്ച് ബാൽക്കണിയിൽ വന്നത് ആ വരികളുമായിട്ടാണ്, 6 വരികളുമായിട്ടാണ് വന്നത്. ശരിക്കും അതെന്ത് ഫീൽ ചെയ്യും അല്ലേ? ശരിക്കും അത് ഭയങ്കരമായിട്ട് ആ സിനിമയ്ക്ക് പുൾ ഓഫ് ചെയ്തു, ആ പടത്തിനെ ഭീകരമായിട്ട് സപ്പോർട്ട് അത് കേൾക്കുമ്പോ നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും അല്ലേ ഉള്ളില്. എന്റെ ദൈവമേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇൻബോൺ ടാലന്റ് ഭഗവാൻ അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്ന. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അൽഫോസ് പുണ്യാളനെ കൈ പിടിച്ചേക്കുമല്ലേ, ഇനി വിടരുതേ, ഹിന്ദി വരെ എത്തി നോർത്തോ. നൊവേന കൂടാൻ പുണ്യാളിനോട് ഞാൻ പറയാറുണ്ട്, ഞാനൊരു ദൂതനായിരിക്കും, ഞാൻ പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറയുന്നത്. തമ്പുരാനെ നല്ലതല്ലേ ഇത്? ഈ പറഞ്ഞ പോലെ ഇതെല്ലാരും കേട്ടല്ലോ അല്ലേ, അതുകൊണ്ട് എല്ലാരും ചൊവ്വാഴ്ച പള്ളിയിൽ പോക്കോ, തമ്പുരാൻ കൈ വിടുകയല്ല. ഇനിയിപ്പോ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യം പോയി ബാക്കി വർത്താനം പറഞ്ഞാലോ? ഓക്കെ മോളെ. സ്പെഷ്യലാണ്, പക്ഷെ എനിക്കൊരു വാക്ക് പാലിക്കാനുണ്ട്. പാലിക്കൂ ചേച്ചി. ഞാനല്ല, എനിക്ക് അവിടുന്ന് പെൻഡിങ് ഉള്ളൊരു പാട്ടുണ്ട്, എനിക്ക് പാട്ട് പാടിത്തരാന്ന് പറഞ്ഞില്ലേ, അതെ മോള് പറ, ഒരു നല്ല സജഷൻ പറ. താരക്ക് പണ്ട് പാടി കൊടുത്തുകൊണ്ടിരുന്നു, ഫോണിൽ കൂടെ പ്രേമിക്കുന്ന സമയത്ത് ഏതോ വാർമുകിലിൽ പാടി കൊടുക്കും രാത്രി, അത് പാടിയാ മതിയോ? പേഴ്സണൽ നല്ല ഇനിയിപ്പോ എല്ലാം അങ്ങനെയൊന്നുമില്ലല്ലോ, കല്യാണം കഴിച്ചു പബ്ലിക് ആയല്ലോ, പാട്ടും പബ്ലിക് ആവാം, കുഴപ്പമില്ലല്ലോ അല്ലേ. അത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഇന്റർഫിയർ ചെയ്യാത്ത. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഓമലേ ജീവനിൽ അമൃതേ കാനായി വീണ്ടും എന്നിൽ ഏതോർമകളായി നിലാവിൻ മുത്തേ നീ വന്നു. എനിക്ക് എന്നെ ഇഷ്ടം പറയാം പാട്ട് കേൾക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ അടുക്കളയിലൊക്കെ ഇല്ലേ ഈ പാട്ട് വെച്ച് കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് എപ്പോഴും ഒരു റേഡിയോ ഉണ്ട്. എനിക്ക് റേഡിയോ ഭയങ്കര ഇഷ്ടമായി. രാവിലെ എണീച്ച് ചായ കുടിക്കുന്ന സമയം പത്രം വായിച്ച് റേഡിയോയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, എസ്പെഷ്യലി ആകാശവാണി. സത്യം അത് ഭയങ്കര രസമല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി മെലഡീസ് റാപ്പിനെക്കാട്ടിലും ഒക്കെ കേൾക്കാനുള്ളതും ഇമ്പമുള്ളതും ഒക്കെ അങ്ങനത്തെ പാട്ടല്ലേ. പിന്നെ രാത്രി കിടക്കാൻ നേരം നല്ലൊരു സ്മൂത്ത് പാട്ടൊക്കെ കേട്ടിട്ട് പിന്നെ വേണ്ട നമ്മൾ കുഞ്ഞിനറിയാമോ? അത്ര മതി, ഞാൻ പാടുന്നില്ല, ഞാൻ പാടി തെറ്റിക്കും, കേൾക്കാനേ ഇഷ്ടമുള്ളൂ എനിക്കതെല്ലാം. മോള് ഇനിയിപ്പോ പാടുമല്ലോ അല്ലേ പാട്ടിൽ, ഫിലിമില് പാടിപ്പിക്കാം. അതെ, എന്റെ ആ ഒരു പിച്ചില് വന്നാൽ അല്ല വരട്ടെ, ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചില്ലേ, അങ്ങനെ ആവട്ടെ. ഇങ്ങനത്തെ ദൈവം അനുഗ്രഹിച്ചും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും അന്തോണീസ് പുണ്യാളന്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെ അങ്ങ് എത്തിയില്ലേ. ആ ഒരു എന്താ പറയാ, പിന്നെ കുട്ടികൾക്ക് ചാൻസ് കൊടുക്കുന്നത് എല്ലാരും ചെയ്യാത്ത ഒരു കാര്യം. അപ്പം തമ്പുരാൻ നോക്കുമ്പോൾ നല്ല കാര്യവും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ എത്രയായാലും അതിന്റെ ഒരു ബ്ലെസ്സിങ് ദൈവം തമ്പുരാൻ തരട്ടെ, ഒരു ബിസി മ്യൂസിക് ഡയറക്ടറായി മാറട്ടെ. അതാണ് എന്റെ ആഗ്രഹം, ഞങ്ങളുടെ പ്രേക്ഷകരുടെ ആഗ്രഹം. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് കൂടെ ഉണ്ടാവും കേട്ടോ. കുക്കിംഗ് ഒക്കെ എങ്ങനെ, നാടൻ ഭക്ഷണമാണോ ഇഷ്ടം? കഞ്ഞി, കഞ്ഞി, പയർ, വെറും കഞ്ഞിയാണ്. അതിനോടുള്ള സുഖം വേറെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഞാൻ ഉച്ചയ്ക്ക് പോലും പറയാറുണ്ട് അല്ലേ. പക്ഷെ കഞ്ഞിയോളം ഏറ്റവും സേഫ്, നല്ല കുറെ ദിവസം പുറത്തൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഉച്ച തൊട്ട് തന്നെ പറയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ കഞ്ഞി മതി. ഡൈജഷൻ കറക്റ്റ് ആവും, നമ്മുടെ വയറിന് സമാധാനം കറക്റ്റാ, വെൽ ബാലൻസ്ഡ് ആണ് അല്ലേ. നിർബന്ധം വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു നിർബന്ധം കേട്ടില്ല. ഇടയ്ക്കൊരു വാക്കന, അതായത് വെജിറ്റേറിയൻ ആണ് പൊതുവെ ആള്. ഇങ്ങനെ മീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കില്ല. കല്യാണത്തിന് ശേഷം ഞാൻ അതൊക്കെ കുറച്ച് ചില മീനുകൾ മാത്രമേ കഴിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. കൊഴുവ അങ്ങനത്തെ റെഡ് സ്നാപ്പ്, ഈ ചെമ്പല്ലി,
അതൊക്കെ നല്ല ടേസ്റ്റ്. അതൊക്കെ ഇഷ്ടമാണ്. പിന്നെ നെയ്മീൻ കഴിക്കും, കാളാഞ്ചി, മോദ, അങ്ങനത്തെ കുറച്ച് മീൻ. നല്ല മീനെല്ലാം കഴിക്കും. ഇവൻ ചാള എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അയില എനിക്ക് പറ്റില്ല കഴിക്കാൻ. അതിന്റെ സ്മെല്ല് എനിക്ക് ഓക്കെ അല്ല. പറ്റില്ല. പക്ഷെ എനിക്ക് ചാളയെ ഭയങ്കര ഇഷ്ടമാണ്. ചാള അത് നല്ല വറുത്ത് മൊരിച്ച് തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ്. സാമ്പാറിന്റെ കൂടെ ശരിയാ, ഭയങ്കര നല്ല കോമ്പിനേഷൻ. കോമ്പിനേഷൻ. അതിന്റെ കൂടെ ഒരു ക്യാബേജ് തോരൻ വേണം അല്ലേ? അത്യാഗ്രഹത്തിന് ഒരു കടുമാങ്ങ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. പക്ഷെ ഇവിടെ ഇതിപ്പോ ഒന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ സ്പെഷ്യൽ സാധനം തരട്ടെ. ദിസ് ഇസ് എ നോർത്ത് ഇന്ത്യൻ ഡിഷ്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മുടെ ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാം. ഓക്കെ, ഞാൻ വേളം പെട്ടെ. ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് ആണ് അല്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. മോനാണ് ഇഷ്ടം? മോനല്ല, ഞങ്ങള് അങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. ഞങ്ങൾ അവന് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാണ് ഇഷ്ടം. ഞാൻ ടേസ്റ്റിന്റെ പുറകെ പോകുന്ന ആളാണ്. എനിക്ക് ക്വാണ്ടിറ്റി അല്ല. ജോയി ചേട്ടൻ പഠിച്ച ഒരു ശീലമാണ് കേട്ടോ. ജോയി ചേട്ടൻ ഹോട്ടലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ മെനുവിൽ കാണുന്നത് തോന്നുന്നതൊക്കെ ആ സമയത്ത് വിശപ്പിൽ എന്തൊക്കെ തോന്നുന്നു അത് മുഴുവൻ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചിട്ട് എല്ലാം ഓരോ പീസ് കഴിച്ച് ബാക്കിയെല്ലാം ഞാൻ മറ്റേ പാർസൽ ഇത് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരാഴ്ച കഴിക്കും. ഏട്ടനും പറഞ്ഞിട്ടുണ്ട് ജോജുന് അങ്ങനെ ഒരു പ്രശ്നം. ജോയിച്ചേട്ടന്റെ ടേസ്റ്റ് ക്വാണ്ടിറ്റി അല്ല, ടേസ്റ്റ് ആണ്. ടേസ്റ്റ് പുള്ളിക്ക് ഭയങ്കര. അപ്പൊ അത് കണ്ട് ശീലിച്ചിട്ട് എനിക്ക് ടേസ്റ്റിനോട് ഭയങ്കര ടേസ്റ്റിന്റെ പുറകെയാണ്. ഞാൻ ചിലപ്പോൾ ബിരിയാണി കഴിക്കാനായിട്ട് സൺഡേസ് രാവിലെ കോയമ്പത്തൂരൊക്കെ പോകും. വെറുതെ ഒരു 10 മിനിറ്റ് ബിരിയാണി തീരുമാനിക്കും. രാവിലെ 7:30, 8 ഒക്കെ ആകുമ്പോൾ ഒറ്റ വിടല കോയമ്പത്തൂരിലേക്ക്. കൊള്ളാലോ ചേച്ചി, എനിക്ക് റെസിപ്പി പറഞ്ഞു തരൂലേ? പിന്നെന്ത്, ഈ എപ്പിസോഡിൽ ഫുൾ ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ ചേർത്തത് എന്താ ചെയ്തേ? ഒരു ടോട്ടലി ഡിഫറെന്റ്. ഇച്ചിരി പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ സ്ഥിരം കഴിക്കുന്നതിന് ഒരു വ്യത്യാസം വേണ്ട. വെരി നൈസ്, താങ്ക് യു. അപ്പൊ ഇനി ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഭാഷകളിലും. തെലുങ്ക് 2 പടം ചെയ്തു. ഒന്ന് ഗീത ആർട്സിന്റെ അല്ലു അർജുൻ സാറുടെ അച്ഛൻ അല്ലു അരവിന്ദ് സാർ പ്രൊഡ്യൂസ് ചെയ്ത മൂവിയായിരുന്നു. നമ്മുടെ മലയാളത്തിലെ നായാട്ടിന്റെ റീമേക്ക് ആയിരുന്നു. വെരി ഗുഡ്. ഇപ്പൊ ലാസ്റ്റ് 2 വീക്സ് മുന്നേ ഇതൊക്കെ ഹിഡൻ ആണ്. നെക്സ്റ്റ് മൂവി എന്റെ സെക്കൻഡ് തെലുങ്ക് മൂവി ഇറങ്ങി, ട്രിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട്. അത് ETV വിൻ പ്രൊഡക്ഷൻസ് ആയിരുന്നു. ശിവാജി സാർ അഭിനയിച്ച മൂവി. അതിപ്പോ നെറ്റ്ഫ്ലിക്സിലുണ്ട് ഇന്നലെ തൊട്ട്. ഇതൊക്കെ ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഇപ്പൊ ഒരു തമിഴ് മൂവി നടക്കുന്നു. ഇതൊന്നും ഞങ്ങളെ അറിയിക്കാൻ ചേച്ചി. എന്റെ പ്രശ്നം അറിയോ? ഇപ്പൊ ചേച്ചി പേസും മഴയെന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ? പേസും മഴയോ നനയ വരവാ, അതെന്റെ പാട്ടാണ്. എന്റെ അസിസ്റ്റന്റ് പയ്യൻ എന്റെ പേര് കണ്ടിട്ട് അവൻ പറയും, ചേട്ടൻ അതിൽ കോറസ് എന്തെങ്കിലും പാടിയിട്ടുണ്ടോ? വെരി പൂർ കേട്ടോ. എന്റെ മാർക്കറ്റിംഗ് അതാണ്. മാർക്കറ്റിംഗ് ഒട്ടും പോരാട്ടോ. ഞങ്ങള് മലയാളികൾക്ക് ഒരു അഭിമാനം അല്ലേ രഞ്ജൻ ഇങ്ങനെ ചെയ്യുന്നത്? ഭയങ്കര ബിസി ആകുമ്പോൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും ഓൾവേസ് തമ്പുരാൻ എപ്പോഴും അനുഗ്രഹിക്കട്ടെ. ഒരു ബ്ലെസ്ഡ് ഫാമിലി ആവട്ടെ. ആൻഡ് താങ്ക് യു വെരി മച്ച്. എല്ലാ വിശേഷം അറിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ രഞ്ജനെ കുറിച്ചുള്ള വിശേഷം അറിയുന്നത്. തമിഴ്, തെലുങ്ക് എന്നൊക്കെ പറയാൻ ബ്ലസ് ചെയ്യാൻ പോയപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ചേച്ചി. ബട്ട് സ്റ്റിൽ ഇനിയും എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഏറ്റവും കൂടുതൽ ബിസി ആവട്ടെ. അതിലേക്ക് എല്ലാം എത്താൻ ദൈവം തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം, എൻകറേജ് ചെയ്യാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പുതിയ വിഭവങ്ങളും പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ടിൽ ദെൻ, ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.